ഇരകൾക്ക് നീതി ലഭിക്കുമെന്നാണ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. അദ്ദേഹം അങ്ങനെ വെറുതെ പറയാറില്ല. അത് നാം പെഹൽഗാമിൽ കണ്ടിട്ടുണ്ട്, ഉറി ആക്രമണത്തിൽ കണ്ടിട്ടു. ഇതിലും ഈ പ്രതികൾക്ക്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികൾക്ക് കൃത്യമായി തിരിച്ചടി ലഭിക്കുമല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് അന്ന് നമ്മൾ പറയാൻ ഇടയായി. നരേന്ദ്രമോദി വ്യക്തമായിട്ട് പറഞ്ഞു, പാകിസ്ഥാൻകാർ കാലി പിടിച്ച് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചെങ്കിലും അത് അവസാനിക്കുന്നില്ല, അത് നമ്മൾ ജാഗരൂകരായിട്ടിരിക്കും. കാരണം പാകിസ്ഥാൻ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല എന്നറിയാം. പാകിസ്ഥാൻ ഇതൊരു ആയുധമാണ്, ഇതൊരു ഉപാധിയാണ്, അവരുടെ രാഷ്ട്രം നിലനിർത്തുന്നതിനുള്ളൊരു ഉപാധിയാണ്. അത് അവർ തുറന്നുകൊണ്ടേയിരിക്കും. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രദ്ധ, ഇതൊക്കെ അവർക്ക് എപ്പോഴും ലഭിക്കുന്നതിന് ഇത്തരം നടപടികൾ ആവശ്യമാണ്. പെഹൽഗാമും ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഇന്ത്യയുടെ സംവിധാനങ്ങൾ വലിയ രീതിയിൽ ജാഗ്രതയോടെ ഇരിക്കുമ്പോഴും ഇങ്ങനെ ഡൽഹിയിൽ തലസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ ചില വീഴ്ചകളില്ലേ? വീഴ്ചകളിപ്പോൾ ശ്രീയത്തിൻ്റെ വീട്ടിൽ താങ്കളുണ്ട്, അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ ഉണ്ട്. ആ വീട്ടിൽ താങ്കൾ തന്നെ അടുക്കളയിൽ ഒരു ബോംബ് കൊണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ കട്ടിലിൻ്റെ ഇടയിൽ ഒരു ബോംബ് കൊണ്ട് വെച്ചാൽ, അത് പൊട്ടിയാൽ അച്ഛൻ്റെ വീഴ്ചയെന്നോ അമ്മയുടെ വീഴ്ചയെന്ന് പറയൂ, ഏത് പറയും? അതോ കേരള പോലീസിൻ്റെ വീഴ്ചയെന്ന് പറയൂ? ഏതാണ് നമ്മൾ പറയുക? ആരെയാണ് കുറ്റപ്പെടുത്തുക? ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്തിലേക്ക് പോകുമ്പോഴാണ് അറിയുന്നത്, ഹരിയാനയിൽ നിന്നൊരാളുടെ കാറാണ് ഈ പതുക്കെ പോയ ഹുണ്ടായി i20 കാർ അല്ലേ? ആ കാറ് ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ എത്തുന്നു. ആ പതുക്കെ പോയ കാറ് 4 സൈഡിലും മറ്റു വാഹനങ്ങൾ വന്ന് അതിന് കൂടെ നിൽക്കാനായിട്ടുള്ള അവസരം കൊടുക്കുന്നു. എന്നിട്ട് ട്രാഫിക് റെഡ് ലൈറ്റ് വരുന്നു. റെഡ് ലൈറ്റ് വരുമ്പോൾ ആവശ്യത്തിന് വണ്ടികൾ തൻ്റെ ചുറ്റും വന്നു കഴിയുമ്പം ബട്ടൺ അമർത്തുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഇതാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തെ അന്വേഷണം കൊണ്ട് ഏതാണ്ട് ബോധ്യമായിരിക്കുന്നത്. അപ്പോൾ അതിന് ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? അപ്പോൾ ഈ കാറിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് നോക്കും. അപ്പോൾ അത് ഹരിയാനക്കാരനായ ഒരു മുഹമ്മദാണ്. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇത് പണ്ട് എൻ്റെ കാറായിരുന്നു, ഇത് ഞാൻ പഹൽഗാമിലുള്ള ഒരാൾക്ക് വിറ്റതാണ്. അപ്പോൾ പഹൽഗാമിലേക്ക് പോയി കഥകൾ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ഒരു കഥയും കൂടെ പുറത്തു വന്നു. ഡോക്ടർ ആദിൽ എന്ന് പറഞ്ഞൊരാൾ അവിടെയുണ്ട്. ആ ഡോക്ടർ അവിടുത്തെ ഗവൺമെൻറ്റിലെ ഒരു പ്രഗത്ഭ ഡോക്ടറാണ്. അദ്ദേഹം സർക്കാരിൻ്റെ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് അവിടെ ആശുപത്രിയിലെ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഭാവേന നടത്തുന്ന ചില കാര്യങ്ങളിൽ സംശയം വന്നു. അദ്ദേഹത്തിൻ്റെ കൈകൂടെയുള്ള ചില തീവ്രവാദ പോസ്റ്ററുകളൊക്കെ ചിലയിടത്ത് പ്രസിദ്ധപ്പെട്ടിട്ട് അതിൻ്റെ പിന്നിലെ അന്വേഷിച്ച് പോയപ്പോൾ അതിൻ്റെ റൂട്ട് ഡോക്ടർ ആദിലിന് വരെ പങ്കുണ്ടെന്ന് കണ്ടെത്തുകയും ആദിലിൻ്റെ ആതുര ശുശ്രൂഷ കേന്ദ്രത്തിൽ പരിശോധിച്ചപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ ഡോക്ടറുടേതല്ലാത്ത, സർജറിയുമായി ബന്ധപ്പെടാത്ത, മെഡിസിനുമായി ബന്ധപ്പെടാത്ത കുറേ സാധനങ്ങൾ ഒരു സ്ഫോടക രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അക്രമങ്ങൾ കാണിക്കാനുള്ള പോലത്തെ സാധനങ്ങൾ കിട്ടുന്നു, രേഖകൾ കിട്ടുന്നു. ഉടൻ തന്നെ പോലീസ് ഇദ്ദേഹത്തിനെയും വിളിച്ചുകൊണ്ട് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു, വീട് പരിശോധിക്കുന്നു. ഇപ്പോൾ 2900 അതായത് 3000 കിലോയ്ക്ക് അടുപ്പിച്ചുള്ള സ്ഫോടക വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. അവിടെ 20 ടൈമറുകൾ കണ്ടെത്തുന്നു, ബോംബ് പൊട്ടിക്കാനുള്ള റിമോട്ടുകൾ 2 ഡസൻ 24 എണ്ണം കണ്ടെത്തുന്നു. അപ്പോൾ പിന്നെ കാര്യം ബോധ്യം കിട്ടി. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പേ ഇവിടെ അത്തരത്തിലൊരു സാധനം പൊട്ടിയിരിക്കും. ആ കാറ് പഹൽഗാമിൽ വിറ്റ കാറാണ്. 24 മണിക്കൂറിനകം കാശ്മീരിൽ നിന്ന് ഡൽഹിയിലെത്തി ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബോംബ് വെച്ചാൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ കേരള പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കില്ല. കാരണം ഇങ്ങനെ ഒരാൾ ഇത് ചെയ്യും, അല്ലേ? അപ്പോൾ അതാണ് ഞാൻ ഒരാഴ്ച മുമ്പ് ഈ ചാനലിൽ തന്നെ പറഞ്ഞത്, ഈ രാജ്യത്തിനകത്ത് ഒരുപാട് പാകിസ്ഥാൻകാരുണ്ട്. പാകിസ്ഥാൻകാരനല്ല ഇവിടെ വരുന്നത്, അവരിവിടെ കുറേ പേരെ പാകിസ്ഥാൻകാരാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ റിമോട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദേശഭക്തി കൊണ്ടും അവർ പാകിസ്ഥാൻകാരായി മാറിക്കഴിഞ്ഞിരിക്കും. അത് വലിയൊരു അപകടം പിടിച്ച അവസ്ഥയാണ്. ഈ അവസ്ഥയെ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പല വിധത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വല വിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളവരെ സ്പോട്ട് ചെയ്യാനായിട്ടുള്ള
നീക്കങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡോക്ടർ ആദിലിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത്, അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ പഹൽഗാമിൽ നിന്നുള്ള കാറ് ഡൽഹിയിൽ വന്ന് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇതിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാകുമോ? കാരണം ഇപ്പോൾ തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ചില ഭീകരവാദ സംഘടനകളാണ് ഇതിന് പിന്നിലെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതൊരു കാരണം ഈ അവിടെ ഉപയോഗിക്കുന്ന തോക്ക്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടൈം ബോംബിൻ്റെ ടൈമർ, അതിൻ്റെ റിമോട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ തുടങ്ങി സ്ഫോടക വസ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആര് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളത് അറിയാനായിട്ട് നമ്മുടെ IBക്ക് സംവിധാനമുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കടന്നു വരുന്നു എന്നുള്ളത് അവർ അറിയുന്നുണ്ട്. അതാണ് IB ഡയറക്ടർമാരുമായിട്ട് ഇന്ന് അമിത്ഷാ ചർച്ച നടത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി പ്രശ്നങ്ങൾ വിലയിരുത്തി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഇവിടെയല്ല വിലയിരുത്തുന്നത്, ഇവിടെ മാത്രമല്ല വിലയിരുത്തുന്നത്, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ഏജൻസികൾ പലരും പല പ്രമുഖ രാഷ്ട്രങ്ങളിൽ നിന്നും ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട്. അവരിൽ നിന്ന് വരെ അദ്ദേഹം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ എല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇരകൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട ആശ്വാസം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതോടൊപ്പം വേട്ടക്കാരെ പിടികൂടുകയും ചെയ്തിരിക്കും. വേട്ടക്കാരെ മാത്രമല്ല, വേട്ടക്കാർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിബുദ്ധിമാന്മാരായ വേട്ടക്കാരെ കൂടെ കണ്ടെത്തിയിരിക്കും, നശിപ്പിച്ചിരിക്കും. അല്ല, പണ്ട് ഈ ഭീകരവാദികൾ ഈ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് സ്വാധീനിക്കുന്നതെല്ലാം സാധാരണക്കാരായിരിക്കും, ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട് ചെറിയ ആ ഒരു ബന്ധമായിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഡോക്ടർമാർ ഉൾപ്പെടെ ഇതിൽ, അതായത് സംശയത്തിന് ഇട നൽകരുത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു എങ്ങനെ അവരെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? മാറ്റിയെടുക്കാൻ ഈ രാജ്യത്തെ വിൽക്കാൻ ഒത്തിരി പേര് തയ്യാറാണ്. നമുക്ക് ഗുരുവായൂർ ശബരിമല അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോകാൻ ആളുണ്ട്. ആരെ അടിച്ചുകൊണ്ട് പോകുന്നത്? അവിടെ നമ്മൾ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയവരെയാണ്, അല്ലേ? പിന്നെന്ത് ചെയ്യാനാണ്? സംരക്ഷിക്കാൻ ഏർപ്പെടുത്തുന്നവൻ തന്നെ, അതാണ് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ കാര്യം പറഞ്ഞത്. സംരക്ഷിക്കാൻ നമ്മൾ ആരെ ഏർപ്പെടുത്തുന്നു? അവർക്ക് സർക്കാരിൽ നിന്ന് ശമ്പളം കൊടുത്ത് ജീവിതത്തിൽ മരണം വരെ ജീവിക്കാനുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും പെൻഷനും വരെ കൊടുത്ത് അവരോട് അയ്യപ്പനെ സംരക്ഷിക്കാൻ പറഞ്ഞ് വെച്ചിരിട്ടവൻ അയ്യപ്പനെ ചതിക്കുന്നു, അയ്യപ്പ ഭക്തനെ ചതിക്കുന്നു, അവിടെ ഇരിക്കുന്ന കാണിക്ക മുതൽ ഗോപുരം വരെ അടിച്ചുകൊണ്ട് പോകുന്നു, അല്ലേ? അതാണ് നമ്മൾ കണ്ടത്. ഇത് തന്നെയാണ് ഓരോ വകുപ്പിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുമോ അദ്ദേഹം ബോംബും കൊണ്ട് കിടക്കുകയാണ്, ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ബോംബ് വയ്ക്കാനാണ് അദ്ദേഹം ഇരിക്കുന്നത്, ആരെങ്കിലും സംശയിക്കൂ? അപ്പോൾ അത്തരത്തിലുള്ളവരെ കണ്ടെത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് നമ്മൾ കണ്ണ് തുറന്നിരിക്കുക, നമ്മുടെ വിജിലൻസ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെയും സംശയിക്കാവുന്ന വിധത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടിയിരിക്കുന്നു. ഇത് കേരളത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, കേരളത്തിൽ വരെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ചില ശക്തികൾ നടപ്പിലാക്കിയതെന്ന് ഒരു തീവ്രവാദികളെ വെള്ളപൂശാനുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. അല്ല, അത് പറയുന്നവരെ അടക്കം നമ്മുടെ IB നോക്കും. ഇതിനെ ന്യായീകരിക്കുന്നവരെ അത് എന്തുകൊണ്ട് ന്യായീകരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഇവർ IB ഡയറക്ടറായാൽ ഇത് മാറ്റാൻ പറ്റുമോ? ഇവരെ ആഭ്യന്തരമന്ത്രിയാക്കിയാൽ ഇത്തരം എവിടെയെങ്കിലും ഗവൺമെൻറ് സർവൻ്റ് ആയിരിക്കുന്ന ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്താൽ നമുക്കത് നിമിഷങ്ങൾക്കകം കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്നിട്ടും അത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ആ കണ്ടുപിടിച്ചതിൻ്റെ പ്രതികാരമായിട്ട് ചെയ്തിട്ട് പോലും അതിനെ ന്യായീകരിക്കാനാണല്ലോ നിൽക്കുകയാണ്, അല്ലേ? അപ്പം അവരെയും അവരുടെ പിന്നിലും കണ്ണുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർ ഇന്നല്ലെങ്കിൽ നാളെ അവരെയും പൂട്ടും, സംശയമില്ല. കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് നിൽക്കുന്നത്. രാജ്യത്തിന് പുറത്തും രാജ്യത്തിനകത്തും ക്ഷുദ്രശക്തികൾ ഒരുപാടുണ്ട്. പണത്തിൻ്റെ സോഴ്സുകൾ കുറേയൊക്കെ നമ്മൾ വെട്ടിക്കുറച്ചു. അപ്പോൾ മയക്കുമരുന്നായിട്ടാണ് പലതും വരുന്നത്. അതും ഇപ്പോൾ തടയാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ഇതിനകത്ത് ആരൊക്കെയാണ് അനധികൃതമായിട്ട് രാജ്യത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കയറി ഇരിപ്പുള്ളവരുണ്ട്. അതിനാണ് SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നത്. SIR വെറും ഒരു വോട്ടർ പട്ടിക പുതുക്കലാണെന്ന് ഇതാണ് സത്യമെങ്കിലും അതിൽ കൂടെ ചില ഒരു കള്ളി പുറത്താകുന്ന ചില കാര്യങ്ങളും കൂടെ വരും. ഓരോ സംസ്ഥാനത്തിലും അർഹരല്ലാത്ത എത്ര വോട്ടർമാരുണ്ട് എന്നുള്ളത് വെളിച്ചത്ത് വരും. അതുകൊണ്ടാണ് പലരും SIRനെ എതിർക്കുന്നത്. അർഹരല്ലാത്തവരെ ഞാൻ ചേർത്തിട്ടുള്ളത് പുറത്തു വരുമല്ലോ എന്ന ഭയമാണ് പലർക്കുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിജിലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റു പല വകുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറ്റം പറയും.
ഭരണഘടനാപരമല്ലാതെ പ്രവർത്തിക്കുന്നു. ഭരണഘടനാപരമല്ലാതെ പ്രവർത്തിക്കുന്നവരെ ഒതുക്കാനായി ശ്രമിക്കുമ്പോൾ ഭരണഘടന എടുത്തുകൊണ്ട് ആ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഭരണഘടന എടുത്ത് ഭരണഘടനയെ സംരക്ഷിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുന്നവൻ്റെ തലക്കടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് മോചനമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.